വീണ്ടും ഒരു ആക്ഷൻ ചിത്രവുമായി ആന്റണി വർഗീസ് പെപ്പെ എത്തുന്നു. ദാവീദ് എന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് ഗോവിന്ദ് വിഷ്ണുവാണ്. ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. ഈ ഫാമിലി ആക്ഷൻ ചിത്രം ദാവീദ് ഫെബ്രുവരി 14 തിയേറ്ററിലെത്തുമെന്നാണ് പുതിയ അറിവ്. സമ്പൂർണ്ണമായും ബോക്സിംഗ് പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ ആഷിഖ് അബു എന്ന ബോക്സർ കഥാപാത്രത്തെയാണ് ആന്റണി വർഗീസ് അവതരിപ്പിക്കുന്നത്. കഥാപാത്രത്തിനു വേണ്ടി ആന്റണി ശരീരഭാരം കുറയ്ക്കുകയും പ്രത്യേക പരിശീലനം നേടുകയും ചെയ്തിരുന്നു. ഒരു പിടി നല്ല പ്രൊജക്ടുകളുമായാണ് വിനായകൻ വരുന്നത്. തെക്ക് വടക്ക് എന്ന ചിത്രത്തിനു ശേഷം മമ്മൂട്ടി കമ്പനിയുടെ പുതിയ സിനിമയിൽ നായകൻ വിനായകനും വില്ലൻ മമ്മൂട്ടിയുമാണ്. ആ സിനിമയ്ക്ക് ശേഷം ഇനി വിനായകൻ നായകനാകുന്നത് ടോം ഇമ്മട്ടിയുടെ പെരുന്നാൾ എന്ന ചിത്രത്തിലാണ്. ടൊവിനോ തോമസിനെ നായകനാക്കി ഒരുക്കിയ ഒരു മെക്സിക്കൻ അപാരത ആൻസൺ പോൾ നായകനായ ഗാംബ്ലർ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ടോം ഇമ്മട്ടി സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത്. ചിത്രത്തിന്റെ പുതിയ പോസ്റ്ററും അതിന്റെ വ്യത്യസ്തമായ ടാഗ് ലൈനുമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. പെരുന്നാൾ എന്ന ടൈറ്റിലിന് താഴെ ക്രോവേന്മാരും സ്രാപ്പേന്മാരും എന്ന ടാഗ് ലൈൻ കാണാം. ഭൂമിയെ സംരക്ഷിക്കുന്ന മാലാഖമാരാണ് ക്രോവേന്മാരും സ്രാപ്പേന്മാരും. അതൊരു ബൈബിൾ വാക്കാണെന്ന് സംവിധായകൻ ടോം ഇമ്മട്ടി പറയുന്നു. ടൊവിനോ തോമസിനെ നായകനാക്കി അനുരാജ് മനോഹർ ഒരുക്കുന്ന പുതിയ ചിത്രം നരിവേട്ടയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. ടൊവിനോ തോമസിന്റെ ജന്മദിനം പ്രമാണിച്ചാണ് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ജനുവരി 21 തന്നെ റിലീസ് ചെയ്തിരിക്കുന്നത്. ചിത്രീകരണം പൂർത്തിയായതിനു ശേഷം നായകൻ ടൊവിനോ തോമസ് ഉൾപ്പെടെയുള്ള ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ച വൈകാരികമായ കുറിപ്പുകൾ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ധൈര്യത്തോടെ പറയുകയും ചർച്ചയാകുകയും ചെയ്യേണ്ട ഒരു വിഷയം സംസാരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഡ്രാമയാണ് ഈ ചിത്രമെന്ന് ടൊവിനോ സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റിലൂടെ വെളിപ്പെടുത്തിയിരുന്നു. മറവികൾക്കെതിരായ ഓർമ്മയുടെ പോരാട്ടമാണ് നരിവേട്ട എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വലിയ ക്യാൻവാസിൽ വമ്പൻ ബജറ്റിൽ നിർമ്മിക്കുന്ന നരിവേട്ടയിലൂടെ പ്രശസ്ത തമിഴ് നടനായ ചേരൻ ആദ്യമായി മലയാള സിനിമയിൽ എത്തുന്നു എന്ന പ്രത്യേകതയുമുണ്ട്.